അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള 2 ട്രേഡിംഗ് ദിനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഓല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 20% മുകളിലൊരു കുതിപ്പാണ് ഓല ഇലക്ട്രിക്കിൻ്റെ ഓഹരിയെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഇന്നലത്തെയും മറ്റൊക്കെ ഒരു ട്രേഡിംഗ്, അതായത് ട്യൂസ്ഡേയിലും മറ്റൊക്കെ ട്രേഡിങ്ങും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഹയസ്റ്റ് വോളിയം മറ്റൊക്കെയാണ് ഓഹരിയെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 58 കോടി ഓഹരികളിലും മറ്റൊക്കെ ട്രേഡ് നടന്നു എന്നൊരു വാർത്തയും മറ്റൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നൊരു കാര്യമാണ്. കൂടാതെ 14.35 കോടിയുടെ ഒരു ഓഹരികളിലും മറ്റൊക്കെ ഒരു മാർക്കിങ്ങും മറ്റൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ ഏകദേശം ഒരു ഡെലിവറി മാർക്കിങ്ങും മറ്റൊക്കെ 14.35 കോടി ഓഹരികളിൽ നടന്നു. ഇതിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 24 ഓഹരികളിലും മറ്റൊക്കെ 24% മറ്റൊക്കെ ഇതിൻ്റെ ട്രേഡിങ്ങും നടന്നു എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റും മറ്റൊക്കെ ഓലയുടെ ഓഹരികളിലേക്ക് കടന്നു വന്ന ഒരു കാഴ്ചയും കൂടിയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു FISൻ്റെ മറ്റൊക്കെ ഒരു ഹോൾഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിലും മറ്റൊക്കെ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 38% ഒരു ഹോൾഡിംഗ് ആയിരുന്നു FISൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. എങ്കിൽ ഈ ഒരു ക്വാർട്ടറിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 34.7% എന്നൊരു നിരക്കിൽ കുറയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അത് പരിശോധിക്കുകയാണെങ്കിൽ 20% നിന്ന് 23.4% വളരുന്ന ഒരു കാഴ്ചയും, അതായത് FIS പിന്മാറിയെടുത്ത് കറക്റ്റ് സമയത്ത് തന്നെ DIS കൃത്യമായിട്ടുള്ള ഒരു ബൈയിങ് നടത്തിയതായിട്ടും ഓലയുടെ ഓഹരിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നൊരു കാര്യമുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ജൂൺ ക്വാർട്ടറിലും മറ്റൊക്കെ ഒരു വീക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. എങ്കിൽ കൂടിയും കഴിഞ്ഞ ഒരു ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മികച്ച രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും ഓലയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ നഷ്ടം പരിശോധിക്കുകയാണെങ്കിൽ നഷ്ടത്തിൽ ഒരു ഇടിവുണ്ടായിട്ടുണ്ടായിരുന്നു. വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് കമ്പനിയുടെ ഗ്രോസ് മാർജിൻസിലൊക്കെ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് 2026 ഒന്നാം പാദത്തിൽ ഓല ഇലക്ട്രിക്കിന് സാധിച്ചു എന്നൊരു കാര്യം വളരെ പോസിറ്റീവായിട്ടാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഒരു റവന്യൂ ഗൈഡൻസും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ ഏകദേശം 2026 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഒരു 4%-ഓളമുള്ളൊരു വർധനവ് വരെ കാഴ്ചവെച്ചേക്കാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പല ബ്രോക്കറേജുകൾസും ഉള്ളത്. കൂടാതെ ഓട്ടോ ബിസിനസ്സിലെ എബിഡയും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 2026 രണ്ടാം പാദത്തിലേക്ക് കടക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു എബിഡ ഓട്ടോ ബിസിനസ്സിൻ്റെ എബിഡയും മറ്റൊക്കെ പോസിറ്റീവ് ആകും എന്നൊരു കാര്യം നിലയിൽ ഇപ്പോൾ അവർ നോക്കിക്കാണുകയാണ്.